ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കമ്പനി ഫുള്ളായിട്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്റ്റോപ്പ് ആക്കുന്നു. ഓക്കെ, ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് ഡിസൊല്യൂഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദ ടേം ഡിസൊല്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ ഡിസ്കണ്ടിന്യൂഷൻ. കണ്ടോ, ദ ടേം ഡിസൊല്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ ഡിസ്കണ്ടിന്യൂഷൻ. ഇൻ എ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ ദർ ക്യാൻ ബി 2 types of dissolution. They are, ഓക്കെ, മനസ്സിലായില്ലേ? ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കമ്പനിയുടെ ഡിസ്കണ്ടിന്യൂഷനാണ് മീൻ ചെയ്യുന്നത്. ക്യാൻ ബി 2 types of dissolution. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. രണ്ടാമത്തെ ഡിസൊല്യൂഷൻ ഓഫ് ഫേംസ്. ഒന്നാമത്തെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും രണ്ടാമത്തെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. Dissolution of partnership. Dissolution of partnership changes the existing relationship between partners, but the firm may continue its business as before. അതായത് ഇവിടെ ആ ഫേമിൻ്റെ അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ എഗ്രിമെൻറ്റിൽ മാത്രമാണ് ചേഞ്ചസ് വരുത്തുന്നത്. ബിസിനസ് മുന്നോട്ട് തന്നെ പോകും. അതായത് ബിസിനസ് കംപ്ലീറ്റ് ആയി വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ല. എഗ്രിമെൻറ്റ്സിൽ മാത്രം ചേഞ്ചസ് വരുത്തുന്നു. അതായത് പാർട്ട്ണർഷിപ്പിൽ ഇപ്പോൾ ഒരു റിട്ടയർമെൻറ്റ്, ഒരു ഡെത്ത്, ഒരു പുതിയൊരാളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ അവർ ആ എഗ്രിമെൻറ്റിൽ മാത്രമാണ് മാറ്റം വരുത്തുക. കമ്പനി അവിടെ മുന്നോട്ട് തന്നെ പോകും. ദാറ്റ് ഈസ് പാർട്ട്നേഴ്സിൻ്റെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത് അവരൊരു എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് അവരൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പോൾ ആ എഗ്രിമെൻറ്റ് മാത്രമാണ് ഇവിടെ ചേഞ്ചസ് ആവുന്നത്. ആ ബിസിനസ് മുന്നോട്ട് തന്നെ പോകും. ഇതാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. Dissolution of partnership between all the partners of a firm is called the dissolution of the firm. ഫേം ആണ് ഇവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ആ ബിസിനസ് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നു, ബിസിനസ് നിർത്തിപ്പോകുന്നു. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ എന്താണ് പറഞ്ഞത്? അവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റിൽ മാത്രം ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ കാര്യത്തിൽ ബിസിനസ് കംപ്ലീറ്റ്ലി വൈൻഡപ്പ് ചെയ്യുകയാണ്. ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല, ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു. ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ, അതായത് കംപ്ലീറ്റ്ലി വൈൻഡപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? പാർട്ട്നേഴ്സുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, ആ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പും ഇല്ലാതാവുന്നു. എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് മൂലം ഉണ്ടാക്കിയ ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇതാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം കൊണ്ട് മീൻ ചെയ്യുന്നത്. കൂടാതെ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ലീഡ്സ് ടു ഡിസ്ക്ലോഷർ ഓഫ് ദ ബിസിനസ്. ബിസിനസ് കംപ്ലീറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യുന്നു. ഷിപ്പിൻ്റെ കേസിൽ എന്താണ്? കമ്പനി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ല, കമ്പനി മുന്നോട്ട് തന്നെ പോകുന്നു, ബിസിനസ് മുന്നോട്ട് തന്നെ പോകുന്നു. അവരുടെ എഗ്രിമെൻറ്റ് മാത്രമാണ് ചേഞ്ച് ആവുന്നത്. ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ദ അസറ്റ്സ് ഓഫ് ദ ഫേംസ് ആർ റിയലൈസ്ഡ് ആൻഡ് ദ ലയബിലിറ്റീസ് ആർ ഡിസ്ചാർജ്ഡ്. നമ്മൾ ബിസിനസ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുകയാണ്. സോ അസറ്റ് മൊത്തം റിയലൈസ് ചെയ്ത് ലയബിലിറ്റി സെറ്റിൽ ചെയ്യേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. ദാറ്റ് ഈസ് അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ് കൊണ്ട് നമ്മൾ എന്താണ്, നമ്മുടെ ലയബിലിറ്റി സെറ്റിൽ ചെയ്ത് കമ്പനി വൈൻഡപ്പ് ചെയ്യണം. സോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണ്? ദെൻ അതിൻ്റെ ടൈപ്സ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇതിൻ്റെ ബാലൻസ് ആയിട്ട് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഉണ്ട്. അത് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ ടൈപ്സ് ഒന്നുകൂടി പറയാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അത് 2 types ആണുള്ളത്. ഒന്ന് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും രണ്ടാമത്തെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റിൽ മാത്രമാണ് ചേഞ്ചസ് വരുത്തുന്നത്, കമ്പനി മുന്നോട്ട് തന്നെ പോകുന്നു. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനി കംപ്ലീറ്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു, അവിടുത്തെ എഗ്രിമെൻറ്റും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു, കമ്പനി ഫുള്ളായി വൈൻഡപ്പ് ചെയ്യുന്നു, അസറ്റ് വിറ്റ് അവരുടെ ലയബിലിറ്റി ക്ലോസ് ചെയ്യുന്നു. ദെൻ അവിടെ കംപ്ലീറ്റ്ലി ഒരു വൈൻഡപ്പ് നടക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.